നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. RRB CEN 7/2024 ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് മുൻപേ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നത് RRBൻ്റെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏകദേശം 1000-ന് മുകളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ CEN 7/2024 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് 6 ജനുവരി 2025 ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് ജനുവരി 7, 2025 മുതൽ ഫെബ്രുവരി 6, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ അതിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തണമെങ്കിൽ പിന്നീട് 9 ഫെബ്രുവരി 2025 മുതൽ 18 ഫെബ്രുവരി 2025 വരെ ടൈമും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നവർ 6 ഫെബ്രുവരി 2025 മുമ്പ് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇതിന് ലാസ്റ്റ് ഡേറ്റ്, അതായത് ഫെബ്രുവരി 6 മുൻപ് തന്നെ നിങ്ങൾ ഇതിൻ്റെ പാസ്സായിരിക്കണം. ലാസ്റ്റ് ഇയറിൽ പഠിക്കുന്നവർക്കോ ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫെബ്രുവരി 6, 2025 മുൻപ് നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കണം. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. RRB വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പല RRBകളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏത് RRBയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് നല്ല വേക്കൻസി ഉള്ളത് ഏത് RRBയിലാണോ അതിൽ നോക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ RRBകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. എക്സാം ഉണ്ടാവുക സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ട്രാൻസ്ലേഷൻ ടെസ്റ്റോ പെർഫോമൻസ് ടെസ്റ്റോ, ടീച്ചിങ് പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടീച്ചിങ് സ്കിൽ ടെസ്റ്റോ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 1/3 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഉണ്ടാവുക. എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. അതിൽ 400 രൂപ നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്താൽ നിങ്ങൾക്ക് 400 രൂപ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനി PWD ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, പിന്നെ അതുപോലെ തന്നെ SC/ST, മൈനോറിറ്റി കമ്മ്യൂണിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇവർക്ക് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അതും നിങ്ങൾക്ക് 250 രൂപ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് CBTയിൽ അപ്പിയർ ചെയ്താൽ. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഇത് പേ ലെവൽ 2 വരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ്. ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി 30,000-ന് മുകളിൽ കിട്ടുന്നതായിരിക്കും. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 നിങ്ങൾ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അടുത്തത് വരുന്നത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്കൂളിലേക്കാണ്. ഇത് പേ ലെവൽ 4 വരുന്നതാണ്. ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി 40,000-ൻ്റെ അടുത്ത് കിട്ടുന്നതായിരിക്കും. 18 മുതൽ 48 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 വിത്ത് സയൻസും കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ലാബിൽ പാത്തോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ലബോറട്ടറിയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ കുറേ ടീച്ചിങ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. പ്രൈമറി ടീച്ചറിൻ്റെ, അപ്പോൾ ടീച്ചിങ് കോഴ്സൊക്കെ കഴിഞ്ഞവർ, എലമെൻ്ററി എഡ്യൂക്കേഷൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് ടീച്ചിങ് വേക്കൻസീസ് ഉണ്ട്. അതുകൂടാതെ ടീച്ചിങ് അല്ലാതെ സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. സ്റ്റാർട്ടിംഗ് സാലറി 60,000-ൻ്റെ അടുത്ത് കിട്ടുന്നതായിരിക്കും. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിഗ്രിയും കൂടാതെ താഴെ പറയുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ ഇൻ ലേബർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ, ഡിപ്ലോമ ഇൻ ലേബർ ലോ, LLB വിത്ത് പേപ്പേഴ്സ് ഇൻ ലേബർ ലോസ്, PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്, MBA വിത്ത് പേപ്പേഴ്സ് ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്, MBA/HR അവാർഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ, ലൈബ്രറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ്. ഇതിനും സാലറി 50,000-ന് മുകളിൽ കിട്ടുന്നതായിരിക്കും. ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് 4 വർഷത്തെ കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ ലൈബ്രറിയൻഷിപ്പ്, ഗ്രാജുവേഷനും ഡിപ്ലോമ ഇൻ ലൈബ്രറിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മ്യൂസിക് ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്. ടീച്ചിങ് വേക്കൻസീസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഡിഗ്രിയും കൂടാതെ ഡിപ്ലോമ ഇൻ
പേഴ്സണൽ റിലേഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദീൻ്റെ ഉണ്ട് 18 മുതൽ 36 മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് സബ്ജക്റ്റായി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു സർട്ടിഫിക്കറ്റും വേണം ഹിന്ദി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജിയും 1 വർഷത്തെ എക്സ്പീരിയൻസും ഇതിനാവശ്യമാണ്. പിന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ TGTൻ്റെ വേക്കൻസി ഉണ്ട്. ഇപ്പോൾ പ്രൈമറി ടീച്ചർ, TGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ടീച്ചിങ് വേക്കൻസീസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ടീച്ചിങ് കഴിഞ്ഞവർ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറിൻ്റെ വേക്കൻസി ഉണ്ട്. പിന്നെ വരുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സംസ്കൃതം ഉണ്ട്, PCB ഉണ്ട്, മാത്സ്. അങ്ങനെ ടീച്ചിങ് വേക്കൻസീസ് നോക്കുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന വേക്കൻസീസാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞ വേക്കൻസിയാണ്. ഗ്രാജുവേറ്റ് വിത്ത് ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കൂടാതെ 5 വർഷം അഡ്വക്കേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും. ചീഫ് ലോ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട്. 18 മുതൽ 43 ഇതും ലോ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ നിങ്ങൾ ഡ്രോയിങ് ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MA ഡിഗ്രി ഇൻ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഫൈൻ ആർട്സിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BA ഇൻ ആർട്ട് ആൻഡ് ആർട്ട് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. സയൻറ്റിഫിക് സൂപ്പർവൈസർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഓർ ഫിസിയോളജി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിങ് വേക്കൻസിയാണ് പിന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, ഇംഗ്ലീഷ് മെയിലും ഫീമെയിലിനും ഒക്കെ ഉണ്ട്. അങ്ങനെ ടീച്ചിങ് വേക്കൻസീസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പോസ്റ്റുകൾ. അങ്ങനെ എല്ലാം കൂടി ടോട്ടൽ 1053 വേക്കൻസീസാണ്. ഇനി ഇത് കൂടാതെ ഇത് ഏതൊക്കെ RRBയിലാണ് ഈ വേക്കൻസി വന്നതെന്നുള്ളത് ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ RRBകളിൽ ഓരോരോ പോസ്റ്റിന് എത്ര വേക്കൻസീസ് ആണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെറുതെ ചെക്ക് ചെയ്യണമെങ്കിൽ RRB ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടറിൻ്റെ ഒരു വേക്കൻസിയേ ഉള്ളൂ URൽ. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദീൻ്റെ 2 വേക്കൻസി ഉണ്ട്. ചീഫ് ലോ അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി ഉണ്ട്. TGT ഇംഗ്ലീഷ് ഒരു വേക്കൻസി, TGT ഹിന്ദി ഒരു വേക്കൻസി. അങ്ങനെ ഏത് RRB ആണോ നിങ്ങൾ വേക്കൻസിയൊക്കെ കൂടുതലുള്ള നോക്കിയിട്ട് ഏത് RRBയിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ RRB ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം കർണാടകയിലൊക്കെയായിരിക്കും വേക്കൻസി വരിക. RRB ചെന്നൈ ഉണ്ട്, അത് നമ്മളെ സദേൺ റീജിയണിൽ വരുന്നതാണ്. കേരളമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 കെമിസ്ട്രി +2 നമ്മൾ പറഞ്ഞ അതിലൊരു വേക്കൻസി STക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്കൂളിൻ്റെ വേക്കൻസി ഉണ്ട്. 3 URും ഒരു SCയും. പിന്നെ പ്രൈമറി ടീച്ചർ, പ്രൈമറി റെയിൽവേ ടീച്ചർ, സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടറിൻ്റെ 2 വേക്കൻസി, ലൈബ്രറീൻ്റെ ഒരു വേക്കൻസി, ചീഫ് ലോ അസിസ്റ്റൻറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ്, ടീച്ചിങ്ങിൻ്റെയൊക്കെ വേക്കൻസീസാണ് ബാക്കിയുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിത് നോക്കി നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. 7-ാം തീയതി മുതൽ ഇതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആവുന്നതായിരിക്കും ഓൺലൈൻ ചെയ്യാനുള്ള. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഈ ക്വാളിഫിക്കേഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ വരുന്നതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.